വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് ദൃശ്യ, ഇത് ദൃശ്യ ഉമേഷ് വ്ളോഗ്സ് ആണേ. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഒന്ന് ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് മേക്കപ്പ് സെക്ഷനിലേക്ക് കടന്നാലോ? ഒന്നുമില്ലെങ്കിൽ സിമ്പിളായിട്ട് ധാവണി മേക്കപ്പ് ലുക്ക് ചെയ്യാനാണ് കേട്ടോ വന്നത്. അപ്പോൾ നമുക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അപ്പോൾ അതിനായി എനിക്കറിയുന്ന രീതിയിൽ ഞാനൊരു തട്ടിക്കൂട്ടൽ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. എന്നാലും ഫൈനൽ ലുക്ക് ഇത്തിരി അടിപൊളി ആയതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് എടുത്തത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫൗണ്ടേഷനാണ് ഇടുന്നത്. ഞാൻ മുന്നേ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ്സൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് ജസ്റ്റ് ഹബ്സിൻ്റെ കിറ്റിൽ നിന്ന് കിട്ടിയ ഒരു ഫൗണ്ടേഷനാണ്. അതെൻ്റെ സ്കിന്നിന് ഭയങ്കരമായിട്ട് സൂട്ടാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഗ്ലോയിങ് ലുക്കാണ് ചെയ്യാൻ ഉദ്ദേശം. നമുക്ക് ഫോട്ടോസിൽ കുറച്ച് ഹെവി ആയിട്ട് ഇപ്പോൾ ചെയ്താൽ നല്ല ഭംഗി കിട്ടുമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ഹെവി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫൗണ്ടേഷൻ നന്നായി അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സമയം രാവിലെ 6 മണിയാണ്. അതുകൊണ്ടാണ് എൻ്റെ മുഖം ഇങ്ങനെ ബൗൺസ് ആയിട്ട് ഇങ്ങനെ തൂങ്ങിയ ഒലക്കി നിൽക്കുന്നത്. കാരണം നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഉറക്കപ്പിച്ചൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ഇതുണ്ട് കേട്ടോ. കാരണം രാവിലെ 5 മണി ആ സമയം എണീറ്റിനെ, കാരണം ഞാൻ ഉറങ്ങിയതേ 12 മണിക്കായിരുന്നു. സോ ആ ഒരു ഇതെല്ലാം എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ നന്നായിട്ട് ഡാർക്ക് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ധാവണിയാണ് നമ്മളിട്ടത്. അപ്പോൾ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണണ്ടേ, മുഖം നല്ല വൃത്തി വേണ്ടേ. സോ നമുക്ക് ഓണം ഷൂട്ടാണ്. അപ്പോൾ ഇച്ചിരി കുറച്ച് നല്ല വൃത്തി വരട്ടെ എന്ന് വെച്ചാൽ കുറച്ച് ഹെവി ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാക്കിൽ നോക്കുന്നത് സാവിമോൻ ഉറങ്ങുന്നുണ്ട്. സാവിമോൻ ഉറങ്ങിയിട്ട് ആ ഒരു ടൈമാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ അവനും കൂടി കൂട്ടണം, നമ്മൾ രണ്ടാളുമാണ് പോകുന്നത്. അപ്പോൾ ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് അവനെ വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഏകദേശം ഫില്ലാക്കിയിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ ഐബ്രോയും ഐയിലേക്കാണ് ഞാൻ പോകുന്നത്. എനിക്കതാണ് കംഫർട്ടബിൾ. അപ്പോൾ ഞാൻ ആദ്യം ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഐബ്രോ ഞാൻ എടുത്തത് കൊണ്ട് തന്നെ നല്ല ഷേപ്പിൽ കിട്ടുന്നുണ്ട്. ചെറിയ ടച്ചപ്പേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ മേക്കപ്പ് ഒന്നും ഒരു പ്രൊഫഷണൽ അല്ലാന്ന് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ഒന്നും അല്ല. എന്നാലും എനിക്കറിയുന്ന രീതിയിൽ ഞാൻ തട്ടിക്കൂട്ടി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചാളേണേ. അപ്പോൾ നമ്മൾ പില്ലേച്ചനെ പോലെ ആയോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം ആ ഒരു പിരിക്കും കട്ടിയിൽ വരണം. നമ്മൾ ടൈറ്റിൽ, അതായത് ഡാർക്കിൽ ഫൗണ്ടേഷൻ നമ്മൾ ഇട്ടിനല്ലോ. അപ്പോൾ ആ ഒരു പിരികം ഞാൻ നല്ല ഡാർക്ക് കൊടുത്തത് തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് ഫൈനൽ ലുക്ക് എന്തായാലും ആ ഒരു ഫുൾ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഡാർക്ക് കൊടുത്തിന് കേട്ടോ. ഞാൻ ഇത്ര ഡാർക്കിൽ പിരികം വരയാറില്ല. അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് നിങ്ങളോട്. പിന്നെ ഐ ഷേഡോ ഇതൊക്കെ ഇപ്പിപ്പാട്ടോ ചെയ്യാൻ തുടങ്ങിയത്. കാരണം എന്തായാലും ഒരു മേക്കപ്പ് ലുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രസം ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഐ ഷേഡോ എനിക്ക് തോന്നിയ ഒരു മാച്ചാകുന്ന ഒരു നാച്ചുറൽ ലുക്ക് തോന്നിക്കുന്ന ഒരു കളർ ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. കളർ ഏതാണെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും കുറച്ച് നാച്ചുറൽ ലുക്കായിരിക്കും കിട്ടുക. അപ്പോൾ മോശമില്ല. കാരണം ഇപ്പം കുറച്ച് പുട്ടിയടിച്ച പോലെ തന്നെ ഉള്ളത് നിങ്ങൾക്ക് കാണുവാൻ തിരിയുന്നുണ്ടാവും. പക്ഷേ ഫൈനൽ ലുക്ക് സൂപ്പറാണ് ഗൈസ്. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ വരെ കണ്ടാലേ മനസ്സിലാവും ഫൈനലായിട്ട് എങ്ങനെയുള്ളത് ഉണ്ടാകുക. ഒരു പ്രൈമറൊന്നും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരു മണിക്കൂറത്തെ ഫോട്ടോഷൂട്ടാണ്. അതുകൊണ്ട് നമ്മൾ മേക്കപ്പ് ഒഴിച്ചു പോകാനുള്ള ചാൻസ് ഒന്നുമില്ല. സോ സെറ്റിംഗ് സ്പ്രേ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഒന്നും ചെയ്യുന്നില്ല. സാധാരണ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് പറ്റിയ രീതിയിൽ ലിപ്പ് ലൈനർ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കണം. ലിപ്സ്റ്റിക്കിന് മുമ്പ് ലിപ് ബാം ഇതാ ഇട്ട് കൊടുക്കുന്ന കേട്ടോ. അങ്ങനെ ലിപ് ബാമൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇനി ലിപ്സ്റ്റിക്കാണ്. ലിപ് ബാം ഒരുപാട് ഞാൻ പൂശുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ SPF കണ്ടൻറ്റ് നമ്മളെ ചുണ്ടിനും കൊടുക്കണം, ഫേസിന് മാത്രമല്ല. അപ്പോൾ ലിപ്സ്റ്റിക്ക് മൈഗ്ലാമിൻ്റെയാണ് കേട്ടോ. ആരെല്ലോ ചോദിച്ചിട്ടുണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ. ഇത് മൈഗ്ലാമിൻ്റെയാണ് ഷെയ്ഡ്. ഞാൻ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പിള്ളേച്ചൻ്റെ ലുക്കൊന്നും ഇല്ലല്ലോ ഐബ്രോക്ക്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഡാർക്കിൽ ഒരു ഹെവി മേക്കപ്പ് ആയിട്ട് തന്നെ ചെയ്തത്. പക്ഷേ സിമ്പിളായിട്ടാണ് ഹെവിന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ്. പിന്നെ ഐലൈനർ എൻ്റെ സ്ഥിരം ഐലൈനറാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പണ്ടേ യൂസ് ചെയ്യുന്നതാണ്. ഇത് സ്വിച്ച് ചെയ്തിട്ട് ഞാൻ പോയിട്ടേ ഇല്ല. കാരണം എനിക്ക് സ്മോക്കി ഐസൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഒരിക്കലും സമയം കിട്ടില്ല ഗൈസ്. അതൊക്കെ ട്രൈ ചെയ്യാൻ പോലും സമയം കിട്ടില്ല. കാരണം അത്രയും ബിസിയായ വേൾഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മോനൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ എനിക്കറിയുന്ന രീതിയിൽ വേഗം എങ്ങനെയെങ്കിലും നമുക്ക് ഒരുങ്ങിയിട്ട് പോകാവുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ മേക്കപ്പ് ലുക്കൊക്കെ ഞാൻ ചെയ്യുന്നത്. ഇത് മസ്കാര ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കണ്ണ് നന്നായിട്ട് ഓപ്പൺ ആവും, നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. എനിക്ക് മനസ്സിലായ കേസാണ്. പിന്നെ നമ്മളൊരു ധാവണി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
കാരണം എന്ന് വെച്ചാൽ ധാവണിയില്ലേ നമ്മളിട്ടിന്, അപ്പോൾ എന്തായാലും നാടൻ ലുക്കായി, മോഡേൺ അല്ല. അതുകൊണ്ട് നല്ല രീതിയിൽ എത്രമാത്രം കണ്ണിനെ ഭംഗിയാക്കാൻ കഴിയുന്നോ അത്രമാത്രം ഭംഗിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ധാവണി ലുക്കിൽ കണ്ണ് നല്ല ഹൈലൈറ്റ് ആയിട്ടുണ്ടാവും. കാരണം താഴെ ഞാൻ വരഞ്ഞു കൊടുക്കുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നാടൻ ലുക്കല്ലേ, മോഡേൺ ആണെങ്കിൽ നമുക്കൊരു മുകളിൽ മാത്രം ഇട്ടിട്ട് ഒരു എന്താ പറയുക എല്ലി പോട്ട് ഇത് മാത്രം മതി, മസ്കാര മാത്രം മതി മോഡേൺ ലുക്കാണെങ്കിൽ തന്നെ. പക്ഷേ നാടനാകുമ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തും കണ്ണൊക്കെ എഴുതിയിട്ട് നല്ല വാലിട്ട് എഴുതുന്നതാണ് ഭംഗി. പക്ഷെ എനിക്കെന്തോ വാലിട്ട് എഴുതാൻ ഭയങ്കര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വാലിട്ട് എഴുതുന്നില്ല. അപ്പോൾ പിന്നെ ബാക്കി വന്ന ലിപ്സ്റ്റിക്കിൻ്റെ കൈമേൽ ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാൻ ബ്ലഷ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് തോന്നുമെങ്കിലും ഫോട്ടോയിൽ സെറ്റായിരിക്കും. ബ്ലഷ് ഇട്ടൊന്നും തിരിയുന്നില്ലല്ലോ, നമ്മൾ ഒറിജിനൽ ബ്ലഷ് ഇട്ടിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ബാക്കിയുള്ള ലിപ്സ്റ്റിക്ക് കയ്യിൽ നിന്ന് വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ട് മുഖത്തിട്ടതാണ്. പിന്നെ അച്ഛനും അമ്മയും വന്ന് സാവീനെ ഞെട്ടിച്ചു. കാരണം ഞാൻ പറഞ്ഞു വേഗം നോക്കണം, കാരണം നമ്മൾ ഒരുങ്ങാൻ തുടങ്ങിയിട്ടുള്ള സമയം. കാരണം ധാവണി ഞാൻ ഒറ്റയ്ക്കാണ് കൊടുത്തത്. തലേന്ന് ഞാൻ പ്ലീറ്റൊക്കെ എടുത്ത് വെച്ചു, അപ്പുറത്തെ ചേച്ചീനെ കൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ ഒറിജിനൽ ബ്ലഷ് അപ്ലൈ ചെയ്യുന്ന കേട്ടോ, ഇതാണ് ഒറിജിനൽ ബ്ലഷ്. അപ്പോൾ ബ്ലഷ് ഇടുമ്പം എന്താ പറഞ്ഞാൽ ഹെവി തോന്നുമെന്ന് ചോദിച്ചാൽ ലൈറ്റായിട്ട് ഇട്ടാൽ തോന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഫോട്ടോഷൂട്ടല്ലേ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് എന്തായാലും നല്ല ഭംഗിയുണ്ടാവും. ഫോട്ടോസിലല്ലേ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. നമ്മൾ പിന്നെ എവിടെയെങ്കിലും ഒരുങ്ങിപ്പോകുന്നത് ഇങ്ങനെയൊന്നും എനിക്ക് പോകാൻ താല്പര്യമില്ല ഗൈസ്. പൊട്ടുകൂടി വെച്ചപ്പോൾ നമ്മൾ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടോ കുറച്ച്. പിന്നെ എനിക്ക് മുടിയിലാണ് എപ്പോൾ കൺഫ്യൂഷൻ. കാരണം എന്ന് വെച്ചാൽ ഷോർട്ട് ആയതിനു ശേഷം എങ്ങനെ കെട്ടിയാലും എന്തായാലും ആ നടുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കെട്ടാൻ പോകുന്നുള്ളൂ. പിന്നെ എനിക്ക് വേറെ മാലയൊന്നുമില്ല ഗൈസ്, എൻ്റെ എല്ലാ വീഡിയോസിലും ഈ മാല തന്നെയല്ലേ വാങ്ങിക്കണം. വേറെ ചോക്കറൊക്കെ വാങ്ങണമെന്നുണ്ട്, പക്ഷേ ഞാനിത് അങ്ങനെയൊന്നും യൂസ് ചെയ്യില്ല. ഇപ്പോൾ ഈ ധാവണി വാങ്ങിച്ചു, ഓണത്തിനിട്ടു, പിന്നെ അവിടെ വെക്കൽ തന്നെ. അങ്ങനെ 2-3 ധാവണിയൊക്കെ ഉണ്ട് വീട്ടിൽ. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഫംഗ്ഷന് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമുക്കിത് എപ്പോഴും അതായത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സല്ലല്ലോ ധാവണി. അപ്പോൾ മോനെ അമ്മ മാറ്റിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് സമയമൊന്നുമില്ല, കാരണം ഞാൻ ഇനിയും കമ്മലിട്ടിട്ടില്ല. ആ ഗോൾഡിൻ്റെ കമ്മലിടാൻ വേണ്ടിയിട്ട് ഭയങ്കര ടഫാണ് ഗൈസ്. എൻ്റെ കാത് കുറച്ച് ഓട്ട കുറച്ച് ചെറുതായ പോലെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ പൊന്നിട്ട ആ ഓട്ട വെറുതെ തന്നെ കണ്ട. ഈ കമ്മലിടാൻ ഭയങ്കര വേദനയാണ്. അപ്പോൾ ഗൈസിനെ കമ്മലിട്ടിട്ട് വരട്ടെ. ഇതാ കമ്മലൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കമ്മലും ഈ മാലയും കുറച്ച് മാച്ചല്ലേ, അത് ഗോൾഡായതുകൊണ്ടാണ്. ഞാൻ പിന്നെ സിൽവർ ഇട്ടിട്ട് ഒരു മിസ് മാച്ച് പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സാരി ലുക്കിൽ ഞാൻ ഒരു മാച്ചില്ലാത്ത പിന്നെ കമ്മലും ഒരു മാച്ചില്ലാത്ത ഒരു കാതിലാണ് ഇട്ടത്. കമ്മലും കാതിലല്ലേ ഒന്നല്ലേ, കമ്മലും മാലയും ഇട്ടത്. അത് ഒരാൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഈ കമ്മലിടാൻ ഭയങ്കര ടഫായതുകൊണ്ട് ഞാൻ ആ കമ്മലിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇപ്പം ഞാൻ എങ്ങനെയൊക്കെയോ വേഗത്തിലിട്ടു. അപ്പം നമ്മൾ ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്ത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ? കാരണം ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ആകെ ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ട്. പിന്നെ ഞാൻ ഇപ്രാവശ്യം സെറ്റിംഗ് പൗഡറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഗ്ലോയിങ് ലുക്ക് ആയതുകൊണ്ട് തന്നെ അത്ര വലിയ സെറ്റിംഗ് പൗഡറൊന്നും ഇട്ടിട്ടില്ല. പിന്നെതാ മുടി എങ്ങനെ കെട്ടണം എന്നുള്ള ആലോചിക്കുന്ന ഗൈസ്. എനിക്ക് എന്തായാലും ഒരു എക്സ്റ്റൻഷൻ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഹാഫ് മുടിക്കണ്ട, മുടി അങ്ങ് തേച്ച് പൊരിഞ്ഞില്ലാണ്ടുമായി. അപ്പോൾ എങ്ങനെ കെട്ടണം പഠിച്ചോനെ എന്നുള്ള ടെൻഷനിലാണ്. എപ്പോൾ ഉള്ളതുപോലത്തെ ലാസ്റ്റ് ചെയ്യുന്ന അടുപ്പിൽ നമ്മൾ എത്തിപ്പെടും ഗൈസ്. കാരണം എനിക്ക് ട്രഡീഷണൽ ലുക്കിൽ വേറെ ഒരു ഹെയർ സ്റ്റൈലും അറിയില്ല. അറിഞ്ഞാലും ഞാനത് പഠിച്ച് എപ്പോൾ കെട്ടാനാ. കാരണം സമയം ഇനി ഒരു 10 മിനിറ്റ് കൂടിയുള്ളൂ. അപ്പോഴത്തേക്ക് ഓട്ടോ അച്ഛനെടുത്തിട്ട് പോകും. പിന്നെ നമ്മൾ ഈ ഒരു ഫോട്ടോഷൂട്ടൊന്നും നടക്കില്ല, കാരണം ഇതന്നെ എത്രയോ ലേറ്റായി. സാവി മാറ്റിക്കഴിഞ്ഞു, അതാണ് കേട്ടോ ഞാൻ ചിരിച്ചത്. അവനെൻ്റെ മുന്നിലുണ്ട്. അമ്മേനെ നോക്കുന്ന, അമ്മ മേക്കപ്പ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് അവൻ നല്ല രീതിയിൽ നോക്കും കേട്ടോ. അടിപൊളിയായിട്ട് നോക്കിക്കും. കാരണം അവനാദ്യമായിട്ടാണല്ലോ ഇതൊക്കെ കാണുന്നത്. പിന്നെ ഈ ഒരു ട്രഡീഷണൽ ലുക്കിൽ ഞാൻ മുല്ലപ്പൂ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മുല്ലപ്പൂ കൂടി വന്നാൽ കുറച്ച് ലുക്കാകും ഗൈസ്. അപ്പോൾ നമ്മൾ ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. നല്ല ഭംഗിയില്ലേ ഈ ധാവണി? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ധാവണിക്ക് മാച്ചായിട്ട് മേക്കപ്പും ചെയ്തു, മുല്ലപ്പൂം വെച്ചു, മാലയിട്ട് കാതിലിട്ട്. അപ്പം നമ്മൾ ലുക്ക് കംപ്ലീറ്റ് ആയി. പക്ഷെ എനിക്കെന്തോ സന്തോഷമില്ലാത്ത പോലെ എന്നറിയാം. എന്തോ ആ സാരി കൊടുത്തിട്ട്, അതായത് ധാവണി കൊടുത്തിട്ട് ഒരു ലെവലായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ സന്തോഷമില്ലാത്ത ഗൈസ്. കാരണം ഞാൻ ആദ്യം ഒറ്റക്കാണ് കൊടുത്തത്, ആരും ഹെൽപ്പ് ചെയ്യാനില്ല. ആ ഒരു സൈഡ് ഇപ്പം ഞാൻ കാണുന്നത് ഇങ്ങനെ കുറച്ച് കുത്തൊക്കെ ഇളകിയിട്ടുണ്ട്. നമ്മളെ പ്ലീറ്റിൻ്റെ സൈഡിലെ കുത്തൊക്കെ ഇളകിയിട്ടുണ്ട്. പിന്നെ ബാക്കിൽ വെച്ച ആ ഒരു ഇത് കണ്ടാൽ നല്ല ഭംഗിയില്ല. എനിക്ക് ഇഷ്ടമായി കേട്ടോ. നമ്മളെ നാട്ടിൽ നിന്ന് അടിച്ചതാണ്. നല്ല ഭംഗിയിൽ അവരെനിക്കത് അടിച്ചു തന്നതിന്. ഈ ഒരു ബ്ലൗസ് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അടിച്ചിന് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ പ്ലീറ്റിൻ്റെ സൈഡിലൊക്കെ ഇളകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് സന്തോഷമില്ലാത്തത്. അതൊക്കെ ഇനി ശരിയാക്കണം. അതൊക്കെ ഇനിയാണെന്ന് ശരിയാക്കാം ഗൈസ്. ലുക്ക് എങ്ങനെയുണ്ട്? കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ. ബൈ.